ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. ഗാസയിലേക്കുള്ള ശുദ്ധജലം തടഞ്ഞ ഇസ്രയേൽ നടപടി അടക്കം ഉന്നയിച്ചാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത്. 184 പേജുള്ള റിപ്പോർട്ടിൽ ഇസ്രയേലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. ആംനസ്റ്റി ഇന്റർനാഷണലിന് പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ വംശഹത്യാ ആരോപണവുമായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് ശുദ്ധജലം നിഷേധിക്കുന്ന ഇസ്രായേൽ നടപടി വംശഹത്യാപരമാണെന്ന് സംഘടന ആരോപിച്ചു. 2023 ഒക്ടോബറിൽ യുദ്ധമാരംഭിച്ച സമയം മുതൽ ഗാസയിലെ ജനജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന നടപടിയാണ് ഇസ്രായേൽ ബോധപൂർവം സ്വീകരിച്ചത്. ജനങ്ങൾക്കുള്ള ശുദ്ധജലം പോലും തടയുകയാണെന്നും 184 പേജുള്ള റിപ്പോർട്ടിൽ സംഘടന ആരോപിക്കുന്നു. വാട്ടർ പമ്പിങ്ങിനുള്ള വൈദ്യുതി പോലും കട്ട് ചെയ്തും ജനറേറ്ററുകൾക്കുള്ള ഇന്ധനം നിഷേധിച്ചും ഇസ്രായേൽ പ്രതികാരം ചെയ്തു. യുഎനും മറ്റു മനുഷ്യാവകാശ സംഘടനകളും അനുവദിക്കുന്നത് ശുദ്ധജലമടക്കമുള്ള മാനുഷിക സഹായങ്ങൾ ജനങ്ങളിലെത്തുന്നത് ഇസ്രായേൽ തടഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജലവിതരണത്തിലും ശുചിത്വ സൗകര്യങ്ങളിലും വ്യാപകമായ നാശം നടന്നുവെന്ന് സംഘടന സാറ്റലൈറ്റ് ഇമേജുകളിലൂടെ കണ്ടെത്തി. ഇസ്രായേൽ സൈനികർ ജലസംഭരണി നശിപ്പിക്കുന്നത് അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഗാസയിലെ 4 മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന സോളാർ പാനലുകൾ ഇസ്രായേൽ സൈന്യം തകർത്തുവെന്നും റിപ്പോർട്ടിൽ വിശദമാക്കുന്നു. ഇതോടെ കുടിവെള്ളം നിഷേധിക്കപ്പെട്ടു. 2.3 മില്യൺ ജനങ്ങളാണ് ഗാസയിൽ നല്ല വെള്ളം പോലുമില്ലാതെ കഴിയുന്നത്. ഈ സാഹചര്യം വ്യാപക അസുഖങ്ങൾക്കും മരണത്തിനും കാരണമാകുന്നു. പലസ്തീൻ ജനതയെ നശിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രതികരിച്ച മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെതിരെയുള്ള ആരോപണങ്ങളെ സംഘടന എടുത്തുകാണിക്കുന്നത്. ഇസ്രായേലിന്റെ നടപടികൾ വംശഹത്യയ്ക്ക് സമാനമാണ്, സംഘടന പറഞ്ഞു. എന്നാൽ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളി ഇസ്രായേൽ. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച വാദം. റിപ്പോർട്ടിലെ കണ്ടെത്തൽ നുണയാണെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.